നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ വാനര യുവതിയും മുത്തുമാലയും. മുത്തുമാല സാധാരണ മനുഷ്യ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരാഭരണമാണ്. അങ്ങനെയുള്ളൊരു മുത്തുമാല തൻ്റെ കഴുത്തിലിട്ട് തനിക്കൊന്ന് സുന്ദരിയാവണമെന്നൊരു വാനര സ്ത്രീക്ക് തോന്നിയാൽ എന്ത് സംഭവിക്കും? ആ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഈ ചാനൽ കഥകൾ അതിസാദരം. എൻ്റെ ചാനൽ. ഞാൻ മാലതി വാര്യർ. ആകുന്നത്ര പേരൊക്കെ നിങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ കഥകൾ കേൾക്കൂ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കൂ. നമുക്ക് കഥയിലേക്ക് പോകാം. വാനര യുവതിയും മുത്തുമാലയും. നമ്മളിപ്പോൾ ജാതക കഥകളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ബ്രാഹ്മണ ദേശം, ഉജ്ജയിനി എന്ന് പറയുന്നൊരു ദേശത്തെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ബോധിസത്വൻ ഒരു ഉണ്ണിയായിട്ട് പിറന്നു. തൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് നല്ല വിദ്യാഭ്യാസമൊക്കെ നൽകി. തക്ഷശിലയിൽ തന്നെ പറഞ്ഞയച്ചു. അന്ന കാലത്ത് ഏറ്റവും പേര് കേട്ട ഭാരതത്തിലൊരു സർവകലാശാലയാണ് തക്ഷശില. തക്ഷശിലയിൽ പോയി വിദ്യാഭ്യാസം നേടി. അവിടെ ആരാ ഗുരു എന്നറിയാമോ? പ്രധാന ഗുരു ചാണക്യൻ തന്നെയാണ്. ചാണക്യൻ അദ്ദേഹം എന്താ പറയണ്ടേ, രാഷ്ട്രമീമാംസ എന്ന് പറയുന്ന രാഷ്ട്രതന്ത്രം അദ്ദേഹം എഴുതിയ പുസ്തകത്തിനേക്കാൾ വലുതായിട്ട് ഇന്ന് വരെ ലോകത്തൊരു പുസ്തകങ്ങളായിട്ടില്ല എന്നാണ് പറയണത്, രാഷ്ട്രതന്ത്രജ്ഞന്മാർ പറയുന്നത്. ആ പുസ്തകം രചിച്ച ചാണക്യൻ്റെ കീഴിൽ ഈ നമ്മുടെ ബ്രാഹ്മണ കുമാരൻ എന്ന് തന്നെ അദ്ദേഹത്തെ വിളിക്കാം. അദ്ദേഹത്തെ വീട്ടിലൊക്കെ ഉണ്ണി എന്നാണ് വിളിക്കുന്നത്. ആ കുമാരൻ വിദ്യാഭ്യാസം നേടി അച്ഛനമ്മമാരോട് പറഞ്ഞു, എനിക്ക് തക്ഷശിലയിൽ നിന്ന് കിട്ടിയ ഉന്നത വിദ്യാഭ്യാസമൊക്കെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രയോഗിക്കണമെന്നുണ്ട്, എനിക്ക് പ്രാവർത്തികമാക്കണമെന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ജോലി തേടി പോയിക്കോട്ടെ, മറ്റൊരു രാജ്യത്തേക്ക് പോയിക്കോട്ടെ. അപ്പോൾ അച്ഛനമ്മമാർക്കും തോന്നി, ശരിയാണ്, ഇത്ര ബുദ്ധിശക്തിയുള്ള തൻ്റെ മകൻ ലോകോപകാരാർത്ഥം പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ ആയിക്കോട്ടെ, അതല്ലേ വേണ്ടത്, നമ്മുടെ രാജ്യവും നന്നാണല്ലോ. അങ്ങനെ അച്ഛനമ്മമാരുടെയൊക്കെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കാശിയിലേക്ക് വന്നു നമ്മുടെ കുമാരൻ. അദ്ദേഹം വിദ്യാസമ്പന്നനാണ്, ആരോഗ്യവാനാണ്, യുവാവാണ്. എല്ലാവരോടും വളരെ സഭ്യമായി സംസാരിക്കാനും സൽപ്രവർത്തികൾ ചെയ്യാനും നല്ല സദ്ഗുണങ്ങളൊക്കെ ഉള്ള ഒരു കുമാരനാണ്. അദ്ദേഹം നേരെ എങ്ങും നിന്നില്ല. അവിടുത്തെ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തി നേരെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാങ്കണത്തിൽ പ്രവേശിച്ചു. എവിടെ നിന്നാണ് വരണേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നത് ഉജ്ജയിനിയിൽ നിന്നാണ്. ഞാൻ തക്ഷശിലയിൽ പോയി വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളാണ്. ഞാനൊരു ബ്രാഹ്മണ കുമാരൻ. എനിക്ക് മഹാരാജാവിനെ ഒന്ന് മുഖം കാണിക്കണം. എന്തിനാണ് നിങ്ങൾ മഹാരാജാവിനെ മുഖം കാണിക്കണേ? അതോ എൻ്റെ അച്ഛനമ്മമാരുടെ അനുവാദം വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇനിയുള്ള കാലം കാശി എന്ന പുണ്യനഗരത്തിൽ താമസിക്കണമെന്നും ഈ രാജാവിനെ സേവിക്കണമെന്നുമാണ് എൻ്റെ മോഹം എന്ന് പറഞ്ഞു. അപ്പോൾ ബോധിസത്വൻ്റെ അവതാരമായ അദ്ദേഹത്തിൻ്റെ സേവനം എത്ര നന്നായിരിക്കും ആ പുണ്യനഗരത്തിന് എന്ന് അദ്ദേഹത്തിന് തോന്നിയേ ഉള്ളൂ. എനിക്കിവിടെ സേവനം നടത്തണം, ഇതൊരു പുണ്യനഗരമല്ലേ. അങ്ങനെ രാജാങ്കണം കടന്നു, രാജകൊട്ടാരത്തിൽ ചെന്നു, രാജാവിൻ്റെ മുൻപിൽ മുഖം കാണിച്ചു. രാജാവിനോട് പറഞ്ഞു. രാജാവും ചോദിച്ചു. അദ്ദേഹത്തെ മാന്യമായ വിധത്തിൽ സൽക്കരിച്ച് ഇരുത്തി. അപ്പോൾ മന്ത്രിമാരും ഒക്കെ ഉണ്ട് കേട്ടോ പലരും. അപ്പോൾ പറഞ്ഞു, ഞാൻ വരുന്നത് എവിടെ നിന്നാണ് അങ്ങ് വരുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഉപചാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉജ്ജയിനിയിൽ നിന്നാണ് വരുന്നത്. ഞാനൊരു ബ്രാഹ്മണ കുമാരനാണ്. എൻ്റെ അച്ഛൻ എന്നെ തക്ഷശില സർവകലാശാലയിൽ വിട്ടയച്ച് വിദ്യാഭ്യാസം നൽകി. അവിടെ നിന്ന് നേടാവുന്ന എല്ലാവിധ വിദ്യാഭ്യാസവും ഞാൻ നേടിയിട്ടുണ്ട്. തിരിച്ച് ഞാൻ അച്ഛനമ്മമാരെ കണ്ട അവരുടെ അനുവാദത്തോടു കൂടി, ഇതൊരു പുണ്യനഗരമാണല്ലോ കാശി, ബനാറസ്, എനിക്ക് ഇവിടെ കുറേ കാലം താമസിക്കണമെന്ന് മോഹമുണ്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ കാശി വിശ്വനാഥ ക്ഷേത്രവും മാത്രമായിട്ട് താമസിച്ച് കുളിച്ച് ഊണ് കഴിച്ച് വലിയൊരു സന്യാസ ജീവിതം നയിക്കണം. എൻ്റെ ഉദ്ദേശം അതല്ല. ഞാൻ അവിടെ നിന്ന് പഠിച്ചതായ സൽപ്രവർത്തികൾ ചെയ്യാനുള്ള എൻ്റെ അറിവ് ഈ രാജസേവനമാക്കി മാറ്റണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്ക് അങ്ങയുടെ കീഴിൽ അങ്ങയുടെ രാജ്യത്ത് എന്തെങ്കിലും ഒരു ജോലി തരണം.
ആ ജോലി ചെയ്ത് സത്യസന്ധമായിട്ട് ഞാനിവിടെ ജീവിച്ചോളാം, അതിന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള. അപ്പോൾ രാജാവിന് തോന്നി ഇദ്ദേഹം നല്ലൊരു കുമാരനാണല്ലോ, കണ്ടാലും നല്ല യോഗ്യൻ, മാത്രമല്ല നല്ല വിധത്തിലുള്ള സംസാരം, മറ്റാർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് മന്ത്രിമാരോടൊന്ന് ആലോചിച്ചു, എന്താ വേണ്ടത് നമുക്ക്, നിങ്ങളൊക്കെ മന്ത്രിമാരായിട്ടുണ്ടല്ലോ, നിങ്ങളൊക്കെ ബുദ്ധിശക്തിയുള്ളവർ, കഴിവുള്ളവർ, പ്രാപ്തിയുള്ളവർ തന്നെ, നിങ്ങളൊന്ന് പറയൂ ഇദ്ദേഹത്തിന് പറ്റിയ ജോലി, എന്ത് ജോലിയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്ന് ചോദിച്ചു. അപ്പോൾ മന്ത്രിമാർ തമ്മിൽ അവരൊക്കെ നല്ല പ്രാപ്തരും കഴിവുള്ളവരൊക്കെ ആണെങ്കിൽ ഉള്ളാല് ചെറിയ ചെറിയ കുശുമ്പൊക്കെ ഉണ്ട്, എന്നാലും ഇവരങ്ങടെ ആദ്യം അങ്ങനെ അങ്ങടെ അത്ര നല്ല മിടുക്കനാവണ്ട. അപ്പോൾ ഒരു കാര്യം ചെയ്തു, രാജാവിനെ വളരെ ബോധിച്ച ആളുമാണ്. അപ്പോൾ യോഗ്യമായ ഒരു സ്ഥാനം കൊടുക്കാതിരുന്ന രാജാവിനും ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ കൂട്ടത്തിൽ തന്നെ വരട്ടെ, അപ്പോൾ ഇവൻ്റെ കഴിവും പ്രാപ്തി എത്രയുണ്ടെന്ന് നമുക്കറിയാമല്ലോ, മാത്രമല്ല പറ്റിങ്ങി പിന്നെ ഒരു ഒട്ടക്ക് വെച്ച് ഓടുകയും ചെയ്യാം, രാജാവിൻ്റെ മുമ്പിൽ പിന്നെ ഒരു കുറ്റക്കാരനാക്കാം നമുക്ക്, എന്നിട്ട് ഓടുകയും ചെയ്യാം എന്ന് കരുതി അവർ പറഞ്ഞു, മഹാരാജാവേ, അങ്ങ് ഞങ്ങൾക്കൊക്കെ തന്നതുപോലെ തന്നെയുള്ള ഒരു മന്ത്രിസ്ഥാനം തന്നെ അദ്ദേഹത്തിന് കൊടുക്കും, ഞങ്ങൾ ഒരുമിച്ച് കൂട്ടായിട്ട് രാജ്യസേവനം ചെയ്തോളാം. അപ്പോൾ രാജാവിനും തോന്നി അത് ശരിയാണല്ലോ, സന്തോഷമാണ്, മന്ത്രിമാർക്ക് സന്തോഷമല്ലേ ഇദ്ദേഹം വരണേനെ, എന്തെങ്കിലും പോരായ്മ അവർക്കുണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു കൊടുത്തോളും, ഇദ്ദേഹത്തിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അവരും പറഞ്ഞു കൊടുത്തോളും, എല്ലാവരും കൂടി എൻ്റെ രാജ്യം കൂടെ നന്നായിക്കോട്ടെ, രാജാവ് അത്രേ വിചാരിച്ചുള്ളൂ. അങ്ങനെ ബോധിസത്വൻ്റെ അവതാരമായ ആ കുമാരൻ കാശി എന്ന് പറയുന്ന പുണ്യനഗരത്തിൻ്റെ രാജാവിൻ്റെ രാജ്യസേവകനായിട്ടൊരു മന്ത്രിയായിട്ട് രാജസദസ്സിൽ അങ്ങനെ ജോലി ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കെ രാജാവ് അപ്പോൾ മറ്റുള്ള മന്ത്രിമാരെക്കാളൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം, കൂടുതൽ പ്രായം കുറവ് ഇദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം തൻ്റെ ഒരു പുത്രനിർവിശേഷമായ സ്നേഹത്തോടു കൂടി കുമാരനും രാജാവും അങ്ങനെ രാജകൊട്ടാരത്തിലും രാജ്യഭരണമൊക്കെ ആയിട്ട് കഴിച്ചുവിട്ടു. അങ്ങനെ നടക്കുമ്പോൾ നല്ല അതിമനോഹരമായൊരു ഉദ്യാനം ഉണ്ട് കേട്ടോ രാജകൊട്ടാരത്തിനടുത്ത് തന്നെ. ആ ഉദ്യാനത്തിൽ സാധാരണയായിട്ട് രാജാവ് പോയി കുറേ നേരം ഇരിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഇരിക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ അവിടെ നല്ല തടാകങ്ങളുണ്ട്, താമരപ്പൂ പൊയ്കയുണ്ട്, കൂടാതെ അരയന്നങ്ങൾ നീന്തി കളിക്കുന്ന തടാകങ്ങളുണ്ട്, ധാരാളം പൂച്ചെടികളുണ്ട്, ഫലവൃക്ഷങ്ങളുണ്ട്, പൂവൃക്ഷങ്ങളുണ്ട്, അതിലൊക്കെ ജീവിക്കുന്ന പല പല തരത്തിലുള്ള പക്ഷിമൃഗാദികളുണ്ട്, മയിലാണെങ്കിൽ നൃത്തം ചെയ്യുന്നുണ്ട്, കുയിലുകൾ പാടുന്നുണ്ട്. ഇത് കൂടാതെ പല പഴവർഗ്ഗങ്ങൾ ഉണ്ടാകുന്ന വൃക്ഷങ്ങൾ, ചക്ക, മാവ്, പ്ലാവ്, വലിയ ഓറഞ്ച്, ആപ്പിള് അങ്ങനെയൊക്കെയുള്ള വൃക്ഷങ്ങളിലൊക്കെ ആണെങ്കിൽ സുഖമായ ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി ഒരുപാട് കുരങ്ങന്മാരും അവിടെ വന്ന് താമസമുണ്ട്. അപ്പോൾ ഈ ഉദ്യാനം എന്ന് പറഞ്ഞാൽ പല ജാതി മൃഗങ്ങളൊന്നുമില്ല കേട്ടോ, ക്രൂര മൃഗങ്ങളൊന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ആ ഉദ്യാനത്തിൽ പോയി കുറേ നേരം ലാത്താറുണ്ട്. ഈ കുമാരനെയും കൂടെ കൂട്ടും, വല്ല വർത്തമാനങ്ങളൊക്കെ പറയും ഇവർ. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലത്ത് തക്ഷശിലയിലുണ്ടായ വിശേഷങ്ങളൊക്കെ പറയും. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു പൊയ്ക, നല്ല മനോഹരമായ സ്ഫടികം പോലെ തിളങ്ങുന്ന വെള്ളം അടിവശം വരെ കാണാം, നല്ല അസൽ വെളുത്ത വെള്ളാരങ്കല്ല തടാകത്തിൻ്റെ താഴെ. അപ്പോൾ അത് മുകളിൽ നിന്ന് ഈ സ്ഫടികതുല്യമായ ജലത്തിൻ്റെ അടിയിൽ വെള്ളാരങ്കല്ല് കാണുമ്പോൾ എന്തൊരു ഭംഗിയ തടാകത്തിനെന്നോ. രാജാവിന് അത് ചില സമയങ്ങളിലൊക്കെ അവിടെ ജലക്രീഡ നടത്താറുണ്ട്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ കുമാര അങ്ങ് കരയിലിരിക്കും, ഞാൻ കുറച്ച് സമയം പൊയ്കയിൽ ഇറങ്ങി ഒന്ന് കുറച്ച് നീന്തിയിട്ട് വരാമെന്നേ. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല ആടയാഭരണങ്ങളൊക്കെ കഴിച്ച് കരയിൽ വെച്ച് കുമാരൻ്റെ അടുത്തിരുന്ന് കുമാരനോട് വർത്തമാനം പറഞ്ഞ് അദ്ദേഹം പോയി നീന്തിക്കുക. അങ്ങനെ കുറച്ച് നേരം നീന്തിയപ്പോൾ അദ്ദേഹത്തിന് തന്നെ ഇങ്ങനെ നീന്തണതിന് വലിയ സുഖമൊന്നുമില്ല. ഒരു കാര്യം ചെയ്യാം, തനിക്ക് അന്തഃപുരത്തിൽ പട്ടമഹിഷിയുണ്ട്, പട്ടമഹിഷിക്ക് താഴെ വലിയ റാണിയായിട്ടുള്ള പട്ടമഹിഷിയുണ്ട്, കൂടാതെ മറ്റ് പല പല റാണിമാരും ഉണ്ട് അദ്ദേഹത്തിന്. രാജാക്കന്മാർക്കൊക്കെ ഒരുപാട് ഭാര്യമാരുണ്ടാവുമല്ലോ, അങ്ങനെ അവരുടെയൊക്കെ തോഴിമാരുണ്ട്. അപ്പം പലപ്പോഴും അദ്ദേഹം ഈ അന്തഃപുരത്തിലെ സ്ത്രീകളുമായിട്ട് ഒരുമിച്ച് ജലക്രീഡ നടത്താറുണ്ട്. ഉടൻ തന്നെ കാവലിൽ നിന്നിരുന്ന രാജഭടന്മാരോട് പറഞ്ഞു, അന്തഃപുരത്തിൽ പോയിട്ട് അവരെയൊക്കെ വിളിച്ചുകൊണ്ട് വരും, ആ സ്ത്രീകളോടുകൂടി എന്നോടൊപ്പം ഈ തടാകത്തിൽ പൊയ്കയിൽ ജലക്രീഡ നടത്താൻ വരാൻ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ രാജഭടൻ അവിടെ ചെന്നു, പട്ടാമഹിഷിയെ വിളിച്ച് പറഞ്ഞു, അദ്ദേഹം താമരപ്പൊയ്കയിൽ ഇവിടെ
നല്ല വെള്ളാരങ്കല്ല് വിരിച്ച ആ വെൺതടാകത്തിൽ, അതിന് പറയുന്നത് വെൺതടാകം എന്നാണ്. ആ വെൺതടാകത്തിലെ വെണ്മയുള്ള തടാകം, അത്രേ അർത്ഥമുള്ളൂ. വെൺതടാകത്തിൽ ജലക്രീഡ നടത്താനായിട്ട് എല്ലാവരെയും വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഉടൻ തന്നെ തോഴിമാരോടും മറ്റുള്ള ഭാര്യമാരോടും ഒക്കെ പറഞ്ഞ് ഇവരെല്ലാവരും ഇങ്ങനെ ഓരോരുത്തർ വന്നു. ഓരോരുത്തർ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ രാജാവിൻ്റെ ഭാര്യമാരല്ലേ, പട്ടമഹിഷിമാരല്ലേ, 5ാമത്തെ ഭാര്യ 8ാമത്തെ ഭാര്യയും 15ാമത്തെ ഭാര്യയൊക്കെയാണ്. എന്നിരുന്നാലും രാജ്ഞിയാണവർ. ധാരാളം ആഭരണങ്ങൾ, അതിവിശേഷമായ പട്ടുവസ്ത്രങ്ങൾ, ഇതൊക്കെ ധരിച്ചുകൊണ്ടല്ലേ. കേശാലങ്കാരമൊക്കെ വളരെ ഭംഗിയായിട്ട് നടത്തിയേക്കണു. ആ കേശാലങ്കാരത്തിലും ഉണ്ട് കുറേ രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അതൊക്കെ അഴിച്ചു വെച്ചു, വസ്ത്രങ്ങൾ അഴിച്ചു വെച്ചു, ആഭരണങ്ങളൊക്കെ അഴിച്ചു വെച്ചു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരോ സ്ഥലത്ത് അഴിച്ചു വെച്ചു, വെള്ളത്തിലേക്ക് ഇറങ്ങി, രാജാവിൻ്റെ കൂടെ ചേർന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ എല്ലാവരും വന്നില്ലെന്ന് നോക്കിക്കൊണ്ട് മഹാറാണിയും വന്നു. മഹാറാണി വന്നപ്പോൾ മറ്റുള്ളവർക്കുള്ള ആഭരണങ്ങളെക്കാളൊക്കെ കൂടുതൽ വില പിടിച്ച ഒരു മനോഹരമായ മുത്തുമാല അതുകൊണ്ട് പട്ടമഹിഷിയുടെ കഴുത്തിൽ കിടക്കുന്നുണ്ട്. സത്യത്തിൽ അവരെ അതീവ സുന്ദരിയാക്കുന്നത് ആ മുത്തുമാലയാണ്. ഈ മുത്തുമാല ഇവിടെ വന്നപ്പോൾ വെള്ളത്തിൽ മുക്കിയാൽ കൊള്ളില്ലല്ലോ. മറ്റുള്ളവരൊക്കെ ആഭരണങ്ങൾ അഴിച്ചു വെച്ചേക്കണത് പോലെ പട്ടമഹിഷിയും എന്നുവെച്ചാൽ ഏറ്റവും മൂത്ത രാജ്ഞി, 1ാമത്തെ രാജ്ഞി, പട്ടമഹിഷിയും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ അഴിച്ചു വെച്ചു. കേശാലങ്കാരത്തിൻ്റെ വസ്തുക്കളും അഴിച്ചു വെച്ചു. അതോടൊപ്പം തൻ്റെ മുത്തുമാലയും ഏറ്റവും മുകളിലായിട്ട് അഴിച്ചു വെച്ചു. ആ മുത്തുമാല പട്ടങ്ങനെ ഇരുന്ന് പള തെലുങ്ക്. അപ്പോൾ പഴയ അടുത്ത് നിൽക്കുന്ന ചില വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളിലേക്ക് ഇരിക്കുന്ന പല പക്ഷികളും മൃഗങ്ങളും മണ്ണാനും മുയലും കാര്യങ്ങളും കുരങ്ങന്മാരും തന്നെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടല്ലോ. എല്ലാവരും ഈ ആഭരണങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാ ആഭരണങ്ങൾക്കും നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഈ മുത്തുമാലയ്ക്ക് അതിനെന്തൊന്നില്ലാത്തൊരു ഭംഗിയുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ എല്ലാവരും എന്നിട്ട് രാജാവും രാജ്ഞിമാരും ഒക്കെ തോഴിമാരും ഒക്കെ ജലക്രീഡയ്ക്ക് ഇറങ്ങിയപ്പോൾ ഒരു സ്ത്രീയെ മാത്രം, ഒരു തോഴിയെ ഈ ആഭരണങ്ങൾക്കൊക്കെ വേണ്ടി കാവൽ നിർത്തിയിട്ടുള്ള ആ സ്ത്രീ അവിടെ അങ്ങനെ നിന്നു, കാവൽ നിന്നു. അങ്ങനെ ഇവരുടെ ജലക്രീഡ കുറച്ച് നേരം നോക്കി നിന്നു. മുകളിൽ പല പക്ഷിമൃഗാദികളൊക്കെ വന്ന് കുറേ ആഭരണങ്ങളും പട്ടുവസ്ത്രങ്ങളൊക്കെ നോക്കി കുറച്ച് കഴിഞ്ഞിട്ട് ഓരോരുത്തരും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയി. പക്ഷേ ആ വന്ന കൂട്ടത്തിലൊരു സുന്ദരിയായ വാനര യുവതി ഉണ്ടായിരുന്നു. കുരങ്ങന്മാരിൽ തന്നെ യൗവനയുക്തയായ ഒരു വാനര യുവതി. ആ വാനര യുവതിക്ക് ഈ മുത്തുമാല കണ്ടിട്ട് എന്തുമാത്രം ഇഷ്ടമായി എന്നറിയാമോ? ഒരുപാട് ഇഷ്ടമായി. തനിക്ക് ആ മുത്തുമാല എങ്ങനെയാണ് കിട്ടുക? അതൊന്നും എൻ്റെ കഴുത്തിലങ്ങോട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിപ്പോൾ വാനരന്മാരിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരി ഞാനാവും. വെറുതെ ഒന്നല്ല ഈ പട്ടമഹിഷിക്ക് ഇത്ര സൗന്ദര്യം, മുത്തുമാല ഉണ്ടാക്കി കൊടുക്കണതാ. എനിക്ക് ആ മാലയൊന്ന് കിട്ടണം എന്നിങ്ങനെ കരുതി എന്താ സൂത്രം എന്ന് നോക്കി അതിൻ്റെ അടുത്ത് തന്നെ ഒരു മരക്കൊമ്പല് ദൂരെ വഴിയൊന്നും മാറിപ്പോവാണ്ട് അങ്ങോട്ടൊന്ന് ചാടി ഇങ്ങോട്ടൊന്ന് ചാടി പതുക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് നോക്കി. അപ്പോൾ കാവൽ നിൽക്കുന്നുണ്ട് ഒരു തോഴി. ആ തോഴി പതുക്കെ ഈ ജലക്രീഡ കുറേ നേരം നോക്കി നിന്നു. ഈ വസ്തുക്കൾക്കൊക്കെ ആഭരണങ്ങൾക്കും വസ്ത്രങ്ങൾക്കൊക്കെ കാവൽ നിൽക്കുകയാണ്. ഉറങ്ങാണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറക്കം പറഞ്ഞ പോലെ തന്നെ കണ്ണൊക്കെ തിരുമി ഒന്നും കൂടി ഉഷാറായിട്ടിരുന്നു. ഉറങ്ങിയാൽ പറ്റില്ല, ആരെങ്കിലും ഒന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയാലോ വല്ല കള്ളന്മാരും കയറി വന്നാലോ. കാവൽക്കാരൊക്കെ ഉണ്ട്, എന്നാലും ഉത്തരവാദിത്വം എനിക്കല്ലേ, എന്നെയല്ലേ ഏൽപ്പിച്ചേക്കണേ പട്ടമഹിഷി എന്ന് കരുതി ഉറങ്ങാതിരുന്നു. കുറേ നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കളി മതിയൊക്കെ ജലക്രീഡ കഴിഞ്ഞിട്ട് ആരും കയറി വരണില്ല. അങ്ങനെ ഇരുന്ന് എന്തിനു പറയണു, ഈ തോഴിപ്പത്ത് ഉറക്കം വന്നിട്ട് കണ്ണൊന്നങ്ങോട്ട് അങ്ങനെ ചിമ്മിപ്പോയി. പതുക്കെ തൂങ്ങി അങ്ങോട്ട് ചിമ്മിപ്പോയി. പോരെ ഇത്രയും സമയം വാനര യുവതിക്ക്. പതുക്കെ മണ്ടി പതുങ്ങി വന്ന് ഈ മുത്തുമാല എടുത്ത് വേഗം അതും കയ്യെ പിടിച്ചുകൊണ്ട് മരത്തിൻ്റെ മുകളിൽ കയറി പച്ചിലകളുടെ ഇടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് മാല അങ്ങോട്ട് കഴുത്തിൽ ചാർത്തി.
എന്നിട്ട് തന്നെത്താനെ സ്ഫടികത്തിൻ്റെ മുകളിൽ, സ്ഫടികം പോലെയല്ലേ കണ്ണാടി പോലെയല്ലേ ജലം, ആ ജലത്തിൻ്റെ മുകളിൽ കയറി നിന്ന് നോക്കിയപ്പോൾ കണ്ണാടി നോക്കണ പോലെ നോക്കിയപ്പോൾ ഹായ് ആരാ ഈ സുന്ദരി, താൻ തന്നെയാണ്. വിശ്വസിക്കാൻ പറ്റിയില്ല. ഇത് അങ്ങനെ ഇരുന്നാൽ പറ്റില്ല, അവിടെ ഇരുന്നാൽ പറ്റില്ല, ആൾക്കാർ ഇവിടെയൊക്കെ ഇരിക്കണം, കണ്ട ബുദ്ധിമുട്ടാണ്. രാജ്ഞിയുടെ പട്ടമയുടെ മുത്തുമാലയല്ലേ താൻ കഴുത്തിലിട്ടേക്കണേ. വേഗം ആ മുത്തുമാലയും കൊണ്ട് അങ്ങോട്ട് കയറി മുകളിൽ പോയി കയറി മരത്തിൽ തെപ്പെട്ടി ഇതൊന്ന് ഒളിച്ച് വയ്ക്കുക. ഇതിപ്പോൾ ആരെയും കാണിക്കാൻ നിർത്തിയില്ല, ആരുമില്ലാത്തപ്പോൾ വേണമെങ്കിൽ എടുത്തിടണം. അതിനെപ്പറ്റിയാ വയ്ക്കുക എന്നിങ്ങനെ നോക്കി അടുത്ത് നിൽക്കണം. ഈ മരത്തിൽ ഇരുന്ന് നോക്കുമ്പോൾ അടുത്ത് നിൽക്കണം. മരത്തിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നല്ലൊരു പോട്. ഉടൻ തന്നെ ഈ മരത്തിൽ നിന്ന് അതിലേക്ക് അങ്ങോട്ട് ചാടി. അവിടെ ചാടി ഈ പോടിൻ്റെ അടുത്ത് ചെന്ന മാല അഴിച്ച് ആ പോടിനകത്ത് വെച്ചു. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ചിവിടെ വന്നപ്പോൾ ഓരോരുത്തരൊക്കെ തിരിച്ചിങ്ങോട്ട് വരാനായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും ഇവിടുന്ന് ആകെ വലിയൊരു ശബ്ദം, ബഹളം. ഓടി വരണേ വേഗം വരണേ, ദേ കള്ളൻ എന്ന് പറഞ്ഞിട്ടുള്ള കരച്ചില. ആരുടെയെന്നോ ഈ കാവൽ നിർത്തിയിരുന്ന തോഴിയുടെ. അപ്പോൾ മനസ്സിലായി മുത്തുമാല പോയ കാര്യം അവിടെ അറിവായിട്ടുണ്ട്. കള്ളൻ കൊണ്ടുപോയ മുത്തുമാല കട്ടുകൊണ്ടുപോയ കള്ളനെ തേടാനുള്ള പരിപാടിയാണ്. അപ്പോൾ വേഗം ഒന്നറിയാത്ത പോലെ വാനര യുവതി താഴേക്ക് വന്ന് ഈ പൊയ്കയുടെ ഏറ്റവും അടുത്തുള്ളൊരു മരത്തിൻ്റെ കുറച്ച് മുകളിലായിട്ടിരുന്നു. എന്താ ഇവിടെ നടക്കണമെന്ന് അറിയാലോ. അപ്പം എന്താണ്ടായെന്ന് വെച്ചു. അപ്പം ഈ യുവതി പറയുക, കാവലെന്ന യുവതി പറഞ്ഞേ, അതേ ഞാനിവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു, ജലക്രീഡ കണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കറിയാതെ കണ്ടൊരു മയക്കം വന്നു. ആ മയക്കത്തിൽ നിന്ന് ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് ഞെട്ടി ഉണർന്നിട്ട് നോക്കുമ്പോൾ മുത്തുമാല കാണാനില്ല, ഒരു കള്ളനുണ്ട് ഓടിപ്പോണു. അപ്പം എനിക്ക് മനസ്സിലായി കള്ളനെ കൊണ്ടുപോയിന്ന്. അതുകൊണ്ട് ഉറക്കം ഞാൻ കരഞ്ഞതാ, ഓടി വരണേന്ന്. അപ്പോഴേക്കും വേഗം രാജാവ് വന്നു. രാജഭടന്മാർ 4 പാട് കള്ളനെ പിടിക്കാൻ അങ്ങോട്ട് പോയി. അങ്ങനെ കള്ളനെ ഓടട്ടെ, രാജദൂതന്മാരൊക്കെ കള്ളൻ്റെ പുറകെ ഓടട്ടെ, കള്ളനെ പിടിക്കട്ടെ. മുത്തുമാല കിട്ടുമോ? കള്ളനെ കിട്ടുമോ? എവിടെയാ കള്ളൻ? നമുക്ക് നോക്കാം. ഇന്ന് വാനര യുവതിയും മുത്തുമാലയും എന്ന കഥയുടെ 1-ാം ഭാഗം. ഈ കഥ പറഞ്ഞ് കേൾപ്പിക്കണം കേട്ടോ കുട്ടികളെ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും മറക്കരുത്. നിങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, മറ്റുള്ളവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. നന്ദി.